പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പം നിൽക്കുന്നത് ഞാൻ വാർത്ത നിരന്തരമായിട്ടുള്ള വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആർക്കും എതിരല്ല, പക്ഷേ നമ്മുടെ ഭൂമി കോപിച്ചു കഴിഞ്ഞാൽ, അതായത് മറ്റൊരു വയനാട് ആവർത്തിക്കരുത് എന്നുള്ളത് വെച്ച് മാത്രമാണ് ഇത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചുങ്കപ്പാറ മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന പാറമടയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഇതിപ്പം ഞാൻ നിൽക്കുന്നത് പാറമടയിൽ നിന്ന് വരുന്ന വെള്ളം ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഈ നിൽക്കുന്ന കിട്ടുന്ന വെള്ളം ശക്തമായ മഴ പെയ്യുമ്പോൾ നേരെ നിങ്ങൾ നോക്കുക, കണ്ടോ? ഈ വീഡിയോ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നു. അവിടെ ഒരു കലിംഗ ഓവാണ്. ഈ ഓവിൻ്റെ അകത്തൂടെയാണ് പുറത്തേക്ക് തള്ളി ചുങ്കപ്പാറ തിയേറ്റർ പടിക്കൽ, അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ അതുവഴിയുള്ള കലിങ്ക് വഴി നേരെ ഊരുകുഴി തോട് വഴി എങ്ങോട്ട് പോകുന്നു? കോട്ടാങ്ങാലിലേക്ക് പോകുന്നു. മണിമലയാറ്റി പതിക്കുന്നത് ഈ വെള്ളമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നത്. അപ്പം ഇത് ജനങ്ങൾ സഹകരിക്കണം. ജനങ്ങൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇതാണ് ഇന്ന് ചുങ്കപ്പാറയുടെ അവസ്ഥ. നമുക്കറിയാം, അമിറ്റി പാറമട എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-15 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അംഗീകാരം ഇല്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ സംവിധാനം, അവർക്ക് പെർമിറ്റ് മറ്റുള്ള ഓരോ വർഷവും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതി ആരെ കൊലയ്ക്ക് കൊടുക്കുന്നു? ഈ ചുങ്കപ്പാറ നിവാസികളെയും കോട്ടാങ്ങാൽ നിവാസികളെയും കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാസ് കൊടുക്കുമ്പം നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പാറമടകൾ, അതുപോലെ തന്നെ മലനിരകൾ ഇല്ലാതാകുന്നു എന്നിവരാരും ചിന്തിക്കുന്നില്ല. അപ്പളത്തെ ലാഭത്തിന് വേണ്ടി, പഞ്ചായത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പദ്ധതികളാണ് നമ്മുടെ ജനങ്ങളെ ഇതുപോലുള്ള വൻ ദുരന്തങ്ങളിലേക്ക് വഴിതിരിക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? വാർത്തകൾ കാണുമ്പോൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ മുകളിൽ മരങ്ങളുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഡേഞ്ചർ ഏരിയയാണ്. കണ്ടോ? മുകളിൽ നിന്ന് നിങ്ങൾക്കറിയാം, കുറച്ച് ഭാഗം കാണുന്നുണ്ട്, ബാക്കി മരങ്ങളാണ്. തൊട്ട് മുകളിലായിട്ട് അമിറ്റ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ഭയാനകമാണ് മുകളിലെത്തിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്നത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അതും യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് അവിടം ഇതിങ്ങനെ അപ്പുറത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാനത് വാർത്തയായിട്ട് ചെയ്തിരുന്നു. ഇതിപ്പം നമ്മൾ ചുങ്കപ്പാറ നിവാസികളൊന്ന് പ്രത്യേകം കാണുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വാർത്ത കാണിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അമിറ്റ് പാറമട നടത്തുന്ന ഉടമസ്ഥനൊക്കെ ഇവിടെ ഉള്ളവരൊന്നും അല്ല കേട്ടോ. റാന്നിയിലും പത്തനംതിട്ടയിലും എറണാകുളത്തും ഒക്കെ ഉള്ളവരാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഇതിൻ്റെ ഭൂപ്രകൃതിയിൽ ഇവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാലോ അവരും അവസാനം പറ്റിയല്ലോ എന്നും അവർ മാത്രം കൈയടിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇതിന് ദുരന്തം ഏറ്റുവാങ്ങുന്നത് ചുങ്കപ്പാറ നിവാസികളായിരിക്കും. അതുകൊണ്ട് മാത്രം നമ്മൾ എപ്പോഴും വാർത്തയുടെ പുറകിലായിരിക്കും. മനസ്സിലായില്ല? ഉടനടി വാർത്തയുടെ 3 ചാനലുണ്ട്. 3 ചാനൽ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നു. യൂട്യൂബ് ചാനലിലേക്കും വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നാടിന് വേണ്ടി ശബ്ദിക്കും. പക്ഷാപാതം പാടില്ല. ഇപ്പം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആരും വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല. അപ്പം ഏത് കാര്യം കണ്ടെത്താവുന്ന കാര്യങ്ങൾ എവിടെയെല്ലാം ഒളിച്ചാലും അത് കണ്ടെത്തുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾ അടുത്ത മഴയുണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുകളിൽ നിന്ന് വരുന്ന ഈ കളറായിട്ടുള്ള വെള്ളം ഇവിടെ വന്നിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ചുങ്കപ്പാറ, അതായത് ഊരുകുഴി തോടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ആൾക്കാർ ഉടനടി വാർത്തകൾ വിളിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കളർ ചേർത്ത വരുന്ന വെള്ളം അമിറ്റിന്ന് വരുന്നു. ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന വെള്ളമാണ്. യാതൊരു സുരക്ഷയില്ലാതാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ തന്നെ. നിങ്ങൾക്ക് കണ്ടോ? ഇപ്പം തന്നെ കളറാണ് വെള്ളം കിടക്കുന്നത്, കലങ്ങി കിടക്കുക. ഈ വെള്ളം മഴയാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓവർഫ്ലോ ചെയ്യും. ഇതിനധികം കഴിയുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകും. ബാക്കി വെള്ളം ഇവിടെ കെട്ടിക്കിടക്കും. എന്താഴം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എൻ്റെ വാർത്ത നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വാർത്തയ്ക്ക് നിങ്ങൾ സഹകരണം ഉണ്ടാകണം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പ്രത്യേകിച്ചുമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തായിരിക്കും ഞാൻ നിൽക്കുന്നത് എന്ന് മാത്രം കരുതുക. ഓക്കെ, താങ്ക് യു.